ദൈവത്തിരുനാമത്തിൽ നമസ്കാരം. എല്ലാ വ്യക്തികൾക്കും, സഹോദരി സഹോദരന്മാർ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വിശ്വാസിയായ സമൂഹത്തെ നമുക്ക് ഈ ക്രിസ്മസ് ആശംസകളോടുകൂടി നമുക്ക് എല്ലാവർക്കും നമസ്കാരം. ഒന്നുകൂടി ഇന്ന് നമ്മൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ ചേരാനായിട്ട്, സംസാരിക്കാനും അതിനെപ്പറ്റി ചിന്തനം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ക്രിസ്മസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതായത് നമ്മുടെ നോയമ്പ് 25 നോയമ്പ് ആകുന്നല്ലോ. ഈ 25 നോയമ്പിൻ്റെ 25-ാം തീയതി നമ്മൾക്ക് വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്, അതായത് പുൽക്കോട്ടിൽ നമ്മളെ എങ്ങനെ പുൽത്തൊട്ടിയിൽ യേശുക്രിസ്തുവിന് ജനിക്കാൻ സാധിച്ചു, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനകത്ത് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ ഈ പ്രകാരമാണ്: അവൻ തൻ്റെ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, തുണികളിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. അതായത് യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ബേത്ലഹേത്തിൽ എല്ലാ വ്യക്തികളും വർഷത്തിലൊരിട് അവരുടെ ഈ സംഖ്യ പുതുക്കാൻ വേണ്ടി അവർക്കെല്ലാവർക്കും വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മറിയമും ജോസഫും അവിടെ ബേത്ലഹേമിൽ എത്തിയപ്പോൾ മറിയം പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ആൾക്കൂട്ടം കണ്ടമാനം ഉള്ളതുകൊണ്ട് അവിടെങ്ങും റൂമുകൾ കിട്ടിയില്ല, സത്രങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെ വരുന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ആ സമയത്ത് ഒരു പശുത്വൻ്റെ പുൽക്കൂട്ടാണ് കിട്ടിയത്. ആ പുൽത്തൊട്ടിയിൽ വെച്ചാണ് യേശുക്രിസ്തു ജനിക്കുന്നതും അവിടെ അദ്ദേഹത്തിനെ തുണിയിൽ പൊതിഞ്ഞ് അതായത് അവിടെ കിടത്തിയിരിക്കുന്നത് ആയിട്ടാണ് ശാസ്ത്രിമാർക്കും പരീക്ഷർക്കും കാണാൻ സാധിച്ചത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിശ്ലേഷണം ചെയ്യേണ്ടത്, അതായത് ആദിജാതൻ എന്ന് പറയുമ്പോൾ, അതായത് ആദ്യമായിട്ട് ജനിക്കുന്ന വ്യക്തിയാണ് ആദിജാതൻ എന്ന് പറയുന്നത്. അതായത് മൂത്ത പുത്രൻ അല്ലെങ്കിൽ ആദ്യപുത്രൻ, ഏറ്റവും അങ്ങനെ അതിനെപ്പറ്റി പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബൈബിൾ പ്രകാരമായാലും അല്ലെങ്കിൽ റിലീജിയൻസ് പരമായിട്ടാണെങ്കിലും നമ്മൾ അതിനെ പറയപ്പെടുന്നത് അധികാരം ഉള്ളവൻ, അല്ലെങ്കിൽ ആദ്യപുത്രനാണ് പ്രഭുത്വം ഉള്ളവൻ, ആദ്യപുത്രനാണ് നേതൃത്വം കൊടുക്കുന്നത്, ആദ്യപുത്രനാണ് കുടുംബത്തിൻ്റെ നാഥനാക്കുന്നത്. അതുപോലൊപ്പം തന്നെ പിതാവ് കഴിഞ്ഞാൽ ആ പുത്രനാണ് എല്ലാ സ്ഥാനവും കൊടുക്കുന്നത്. അപ്പം ഹെറിഡിറ്റി ആയിട്ട് അദ്ദേഹത്തിനാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ യേശു ഉണ്ടല്ലോ ആദിജാതനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആദിജാതനായിട്ടാണ് അദ്ദേഹത്തെ യഹോവ ഈ ഭൂമിയിലേക്ക് വിടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏകമാത്ര പുത്രനെ ഈ ബലിയാടാക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ വളരെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് വിട്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് മരണപ്പെട്ടു. നമ്മൾ ഓരോരുത്തരെ വിശ്വാസികളെ റൈച്ചസ്നെസ്സിന് വേണ്ടി, ഉദ്ധാരത്തിന് വേണ്ടി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ ഈ ആദിജാതനായ ഈ വ്യക്തിയെ നമ്മൾ കാണാൻ സാധിക്കുന്നത്, അദ്ദേഹം പുൽത്തൊട്ടിയിൽ ആണ് അദ്ദേഹത്തിനെ കിടത്തിയത്. പുൽത്തൊട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് യേശുവിന് ജനിക്കാൻ കിട്ടിയ സ്ഥലം. അപ്പം അദ്ദേഹത്തിന് ഈ പുൽത്തൊട്ടിയിലാകുമ്പോൾ ഈ ആടുകളും ചെമ്മരിയാടുകളുമാണ് അവിടെ ആഹാരം കഴിക്കുന്നത്. അപ്പം ഈ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഒരു ആടായിട്ടാണ്, അദ്ദേഹത്തിനെ ഒരു കുഞ്ഞാടായിട്ടാണ് അദ്ദേഹത്തിനെ ഈ ഭൂമിയിലേക്ക് ഇവിടെ വിട്ടത് എന്ന്. അപ്പം അദ്ദേഹത്തിനെ ഇവിടെ വിട്ട് കഴിഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ, ഇവിടുത്തെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി ബലിയാടാകാൻ വേണ്ടി ആ കുഞ്ഞാടുകളെയാണ് ബലിയാടാക്കുന്നത്. ശുദ്ധമായിട്ടുള്ള കുഞ്ഞാടുകളെയാണ് ബലിയാടാക്കാലത്ത് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ പാപത്തിന് ബലിയാടായിട്ട് യേശുക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട് ഇവിടെ വിട്ട് അദ്ദേഹത്തിനെയാണ് ഇവിടെ ബലി അർപ്പിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുൽത്തൊട്ടിയിലാണ് നമുക്ക്, ഈ പുൽത്തൊട്ടിയിൽ ആഹാരം നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് തുണിയിൽ അത്
അത് പൊതിഞ്ഞ് കെട്ടി. തുണി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു വലിയ വീതിയില്ലാത്ത തുണിയുടെ നീളത്തിലുള്ള കഷ്ണങ്ങൾ അതിൽ കെട്ടിയാണ് വെക്കുന്നത്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആൻഡ് ഷീ ഗേവ് ബർത്ത് ടു ദ ഫസ്റ്റ് ബോൺ സൺ ആൻഡ് റേപ്ഡ് ഹിം ഇൻ ദ ഷെഡ്ലിംഗ് ക്ലോത്ത് ആൻഡ് ലേഡ് ഹിം ഇൻ എ മൻഗർ ബിക്കോസ് there was no place for them in the inn. അതായത് ഈ സ്വെഡലിംഗ് ക്ലോത്തിൻ്റെ അകത്ത് പൊതിഞ്ഞ് വെച്ച് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കുഞ്ഞുങ്ങൾക്കത് അത് സുരക്ഷിതവും അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് സുഖകരമായ ഉറക്കത്തിന് വേണ്ടി അത് നല്ലൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ 4 ചുറ്റും അത് പൊതിഞ്ഞ് കെട്ടി അത് നമ്മളെ വെച്ചുകൊണ്ടാണ് അതിന് അതാണ് ഇംഗ്ലീഷിൽ സ്വെഡലിംഗ് ക്ലോത്ത് എന്ന് പറയുന്നത്. ആ സ്വെഡലിംഗ് ക്ലോത്തിലാണ് കെട്ടി അവിടെ പുൽത്തൊട്ടിയിൽ വെച്ചിരുന്നത്. അപ്പോൾ ഈ പ്രകാരം നമ്മൾ വെച്ച ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു യഹോവയാണ്, പുത്രനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജകൊട്ടാരത്തിൽ ജനിക്കാം. പക്ഷേ അതല്ല, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം അദ്ദേഹത്തിന് ഒരു രാജകൊട്ടാരത്തിൽ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവിൽ ജനിപ്പിക്കാതെ അദ്ദേഹത്തിനെ ആടുമാടുകളുടെ കുഞ്ഞാടുകളുടെ പുൽത്തൊട്ടിയിൽ കൊണ്ടുവന്ന് ജനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് യഹോവയുടെ ഒരു പദ്ധതി പ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മുൻപോട്ട് നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. അതായത് നമുക്ക് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ താഴ്മയുടെയും ദയയുടെയും ഒരു പ്രതീകമായിട്ടാണ് യേശുക്രിസ്തുവിനെ ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് പുൽത്തൊട്ടിയിൽ എന്ന് പറഞ്ഞാൽ പശുക്കൾ നിഷ്കളങ്കമായ പാവപ്പെട്ട ഒരു നിഷ്കളങ്കമായ പശുക്കളാണ് അവിടെ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തുവിനെ താഴ്മയുള്ള ഒരു വ്യക്തിത്വമായിട്ട് അത് ഈ ഭൂമിയിൽ വന്നു, എല്ലാവർക്കും സേവനം ചെയ്തു, എല്ലാവർക്കും വേണ്ടി ത്യാഗം സഹിച്ചു. അത് നമുക്ക് ഫിലിപ്പിയോയുടെ പുസ്തകം 2-ാം അധ്യായം 3 തൊട്ട് അങ്ങോട്ട് താഴെയോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് ഈ പ്രകാരം സാധിക്കുന്നു. അതായത് നമ്മൾ വെറുതെ നമ്മളെ തന്നെ വെറുതെ കള്ളം പറഞ്ഞ് പൊക്കി പറയാതെ നമ്മൾ താഴ്മയുള്ളവരായി തീർന്ന് മറ്റുള്ളവർക്ക് നല്ലവനായി മാറണം. അതോടൊപ്പം തന്നെ അടുത്ത 4-ാം വാക്യത്തിൽ പറയുന്ന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനകരമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. 5-ാം അധ്യായത്തിൽ ഇതുപോലെ പറയുന്നത് നീ മശിയായ യേശുവിൻ്റെ സ്വഭാവത്തിൽ നീ ജീവിക്കുമ്പോൾ മാത്രമേ ഞാൻ നിന്നിൽ വസിക്കത്തുള്ളൂ. ആ സ്വഭാവത്തിൽ മാത്രമേ നീ ജീവിക്കാവൂ. അടുത്ത 6-ാം വസ്തു പറയുന്ന നമ്മുടെ യഹോവയുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ തുല്യമായ എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് ആ കഴിവുകളുണ്ടായിട്ടും യേശു ഒരിക്കലും അദ്ദേഹത്തിനെ അഹങ്കരിച്ചുകൊണ്ട് ഞാൻ യഹോവയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിക്കലും അഭിനയിച്ചിട്ടില്ല. അത് അപ്പം താഴ്മയുള്ളവനായി ചേർന്ന് അദ്ദേഹം സാധാരണക്കാരനായി വെറും താണ രീതിയിൽ അദ്ദേഹം ജനിക്കുകയും അത് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മൊത്തം ജീവിതത്തിനെ ക്രമപ്പെടുത്തിയതും. അപ്പം മനുഷ്യരൂപത്തിൽ അദ്ദേഹം ഈ ഭൂമിയിൽ വരികയും അത് കഴിഞ്ഞിട്ട് മരണപ്പെടുകയും ക്രൂശിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അദ്ദേഹം സഹിക്കുകയും ചെയ്തു. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമായി തീരട്ടെ. എന്താ വെച്ചാൽ കാരണമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ ആത്മീയപരമായി എങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് നമുക്കവിടെ നമ്മളെ പഠിപ്പിച്ചതും. താഴ്മയുള്ളവനായി ജീവിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പറ്റിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും എന്ന് ഒരിക്കലും പൊങ്ങച്ചം കാണിച്ച് നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുള്ളവനായിരിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കും എന്നുള്ള സന്ദേശമാണ് ഈ 25-ാം തീയതി നമുക്ക് തരാൻ പോകുന്നത്. അതിനുകൊണ്ടാണ് ഈ പുൽത്തൊട്ടിയിൽ നമുക്ക് യേശുക്രിസ്തു ജനിക്കാൻ കാരണം. നമ്മൾ എല്ലാവർക്കും വേണ്ടി അദ്ദേഹം റൈച്ചസ്നെസ് തരുകയും അതുകൊണ്ടാണ് ഈ പുൽത്തൊട്ടിയിൽ നമുക്ക് ജനിച്ചത്. അദ്ദേഹം ഒരു രാജാവായിട്ടോ അല്ലെങ്കിൽ ഒരു യാചകനായിട്ടല്ല, നേരെ മറിച്ച് ഒരു ആട്ടിടയനെ പോലാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി നമ്മുടെ ആട്ടിടയനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. അപ്പോൾ ഒരു പണമുള്ളവർക്കും അല്ലെങ്കിൽ രാജാക്കന്മാർക്കും വേണ്ടിയല്ല അദ്ദേഹം ഇവിടെ വന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വന്നത് എല്ലാ ജാതികൾക്കും എല്ലാ വർഗ്ഗങ്ങൾക്കും പാവപ്പെട്ട് ജീവിക്കുന്ന പാവത്തിൽ അടിമപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്
ഈ ഭൂമിയിലേക്ക് വന്നത്. അവരെ കൈപ്പിടിച്ച് നടത്താൻ വേണ്ടിയാണ് വന്നത്, അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പം യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. അതായത് അത് വലിയ അർത്ഥമുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹം പുൽത്തൊട്ടിയിൽ ജനിക്കുമ്പോൾ അവിടെ ആടിൻ്റെ ആഹാരമാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഈ ആഹാരത്തിനെയാണ് അദ്ദേഹം നമുക്ക് തന്നത്. ആ ആഹാരമാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ജീവൻ്റെ ആത്മീയപരമായ ആഹാരം തരാൻ വേണ്ടിയാണ് അദ്ദേഹം ആ പുൽത്തൊട്ടിയിൽ ജനിച്ചത്. അപ്പോൾ അതൊരു സിംബോളിക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ യേശു ഇതിനെപ്പറ്റി യോഹന്നയുടെ പുസ്തകം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ റൊട്ടിയാകുന്നു. ദാഹിച്ചും വരണ്ടും വരുന്ന ആൾക്കാർക്ക് ഞാൻ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, അത് ആത്മീയപരമായ പോഷണം ചെയ്ത് നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഈ ജനിച്ചപ്പോൾ തൊട്ടേ അദ്ദേഹത്തിന് വളരെ പ്രയാസവും പീഡനങ്ങളും ഉണ്ട്. ആദ്യം തന്നെ അദ്ദേഹം ഈ ഭൂമിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് സത്രത്തിൽ അദ്ദേഹത്തിന് സ്ഥലമില്ലാതെ അതിൽ പുൽക്കൂട്ടിലാണ് അദ്ദേഹം ജനിക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജനിക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന നമുക്ക് അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ വലിയ ആൾക്കാർ അദ്ദേഹത്തിനെ തിരസ്കരിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പോകുന്നത് യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 3-ാം വാക്യത്തിൽ മനുഷ്യർ തിരസ്കരിക്കുന്ന ഒരു മുൻകൂട്ടുള്ള പ്രവചനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുൽക്കൂട്ടിലെ ജനത്തിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം യഹോവ ഒരാളിനെ വളരെ താഴ്മയോടുകൂടി ജനിപ്പിച്ച് അദ്ദേഹത്തിനെ ഉപയോഗിക്കേണ്ട സമയത്ത് വലിയ കാര്യം അദ്ദേഹത്തിന് അതിശയകരമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചെയ്യിപ്പിക്കും, ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് യേശു ക്രിസ്തുവിനെ ആ പുൽക്കൂട്ടിൽ ജനിപ്പിച്ച് അദ്ദേഹം ഇവിടെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തേച്ച് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ആ താഴ്മയോടുകൂടി ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതം നമ്മൾ ജീവിച്ച് നമ്മളിപ്പോൾ യഹോവയുടെ വലിയ മഹത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. യേശു ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ജനിക്കുന്നത് ഈ അത് ആ സമയത്ത് നമ്മൾ താഴ്മയുള്ളവരായി നമ്മുടെ ഹൃദയത്തിനെ പുൽക്കൂട്ടിലെ പുൽത്തൊട്ടിയായിട്ട് മാറ്റിക്കൊണ്ട് ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ കൂട്ടിലെ ആ പുൽത്തൊട്ടിയാക്കി മാറ്റി അവിടെ യേശു ക്രിസ്തുവിനെ നമ്മൾ ജനിപ്പിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അനന്ത ജീവിതത്തിലേക്ക്, എറ്റർണൽ ലൈഫിലേക്ക് നമുക്ക് മാറാൻ സാധിക്കത്തുള്ളൂ. അതിന് നമ്മളെല്ലാവരും ആ ഒരു വിധത്തിലേക്ക് നമ്മളായി മാറിത്തീരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നല്ലൊരു ആട്ടിടയനായിട്ട് നമുക്ക് വഴികാട്ടിയ ഒരു യഹോവ നമുക്ക് യേശു ക്രിസ്തുവിനെ ഇവിടെ തന്നപ്പോൾ ആട്ടിടയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂട്ടമായ ആടുകളുടെ കൂട്ടത്തിന് ആഹാരം നൽകുന്നു, വെള്ളം നൽകുന്നു, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവരെ പിടിച്ചെടുത്തു വരുന്നു. അതായത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് പിടിച്ചെടുത്തു വരുന്നു. നമുക്ക് ദിനംദിനമായിട്ട് നമുക്ക് ആഹാരങ്ങളും കാര്യങ്ങളും സുരക്ഷിതവും തരുന്നു. അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മളെ യഹോവ ഒരു യേശു ക്രിസ്തുവിനെ ഒരു ആട്ടിടയനെ പോലും നമുക്ക് തന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയതും നമ്മളെ നടത്തുന്നു. അതിന് നമ്മളെല്ലാവരും നന്ദിയുള്ളവരായി തീരണം. ഈ 25-ാമത്തെ തീയതി നമുക്ക് നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലും ഹൃദയത്തിലും അതായിത്തീരണം. നമ്മൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ ദൈവവിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മൾ ദൈവവിശ്വാസത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, നമ്മൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവം വിളിക്കുന്നത്. അതായത് 21 സങ്കീർത്തനം 23:1 പറയുന്ന യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടും ഉണ്ടാവില്ല. ഇത് 23-ാം അധ്യായം മൊത്തം അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യഹോവ നമ്മുടെ കൂടുണ്ട്. അപ്പോൾ ആ യഹോവയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ
കൂട്ടിൻ്റെ ഹൃദയത്തിൻ്റെ പുൽത്തൊട്ടിക്കകത്ത് നമുക്ക് വാസം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ അതിനു വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത് അവിടെ നമ്മൾ അദ്ദേഹത്തിനെ വസിപ്പിക്കണം, അവനെ ജനിപ്പിക്കണം അദ്ദേഹത്തിന്. അപ്പം നമുക്ക് ഒരു ആട് നഷ്ടപ്പെട്ടു പോയാൽ അദ്ദേഹത്തിനെ ശരിയായ മാർഗത്തിൽ കൊണ്ടുവരുന്ന ഒരു ചുമതലയാണ് ഈ ആട്ടിടയന്മാരുടെ. അപ്പം നമ്മൾ ഇന്ന് ഒരു ആടായിട്ടാണ് നമ്മളെ ഒരു ചെമ്മരിയാടായിട്ടാണ് നമ്മളെ കണക്കാക്കപ്പെടുന്നത്. അത് നമ്മുടെ സുരക്ഷിത അതേ യഹോവയുടെ കയ്യിലാണ്. നമ്മളെ ശരിയായ മാർഗത്തിൽ കൊണ്ടുപോകുന്നതിൻ്റെ അദ്ദേഹത്തിലാണ്. അപ്പം നമ്മുടെ യഹോവ നമ്മുടെ നല്ല ഇടയനായിട്ട് നമ്മളെ സുരക്ഷിതം തന്നും നമുക്ക് ആഹാരം തന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഈ അവസരത്തിൽ നമ്മളെ തെറ്റിപ്പോയിരിക്കുന്ന മാർഗത്തിൽ, പാപത്തിൻ്റെ വഴിയിൽ നമ്മൾ തെറ്റിപ്പോയിരിക്കുന്ന നമ്മളെ ശരിയായ മാർഗത്തിൽ കൊണ്ടുവരുന്ന നമ്മളെ യെശയ്യായുടെ 53-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നമ്മൾ ആടുകളെ പോലെ നമ്മൾ വഴി തെറ്റിപ്പോയവരാണ്. ആ വഴി തെറ്റിപ്പോയവർ നമ്മളെ കൊണ്ടുവരുന്നത് യഹോവയാണ്. അപ്പം നമ്മൾ നല്ലവരുടെ ആട്ടിനെ പോലെ നമ്മൾ, അതായത് യോഹന്നായുടെ പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈ പ്രകാരമാണ് പുതിയ നിയമത്തിൽ പറയുന്നത്, ഞാൻ നല്ല ഒരു ഇടയനാകുന്നു, നിങ്ങളെ നല്ല ഒരു ഇടയനെ പോലെ നിങ്ങളെപ്പോലെ ചെമ്മരിയാടിന് വേണ്ടി ഞാൻ എൻ്റെ പ്രാണത്തിനെ ത്യാഗം ചെയ്യുന്നു, അതിന് ബലിദാനം ചെയ്യുന്നു. ഇതുപോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാണൻ തന്നവനാണ് നല്ലൊരു ഇടയനെ പോലെ. ആ ഇടയനെ നമ്മുടെ ഹൃദയത്തിൽ വസിപ്പിക്കാനായിട്ട് ഈ സമയം 25-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്കതിന് ഒരു സമർപ്പണം എടുത്ത് നമ്മളത് സ്വീകരിക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ടാണ്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു യഹോവയാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്ന ഈ ഇടയൻ നമ്മളെ നിർബന്ധമായിട്ട് ഒരു കാര്യവും ചെയ്യിപ്പിക്കുന്നില്ല. നമ്മുടെ മുൻപിൽ അദ്ദേഹം നടക്കുന്നു, നമ്മൾ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കണം. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആട്ടിടയൻ്റെ ഓരോ വാക്കുകളെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിത്തീരണം. അപ്പോൾ ആട്ടിടയനും നമ്മുടെ വാക്കുകളെ കേൾക്കുന്നവരായിത്തീരും. അങ്ങനെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേൾക്കുന്നവരായിത്തീരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹം നമ്മളുണ്ടാകത്തുള്ളൂ. നിർബന്ധമായിട്ട് ഒരു കാര്യവും നമുക്ക് യേശു ക്രിസ്തു നമ്മളെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെ നിർബന്ധമായിട്ട് നമ്മളെ കൊണ്ടു നടക്കുന്നവർ യേശു ക്രിസ്തു അല്ല. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വളർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ മാർഗത്തിലും നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. നമ്മുടെ ശരിയായ മാർഗത്തിൽ പോയപ്പോഴത്തെ നമ്മൾ രക്ഷപ്പെടുത്താൻ പോയത് കളഞ്ഞു പോയിടത്തുനിന്ന് നമ്മൾ മോശമായ രീതിയിൽ വഴിയിൽ തെറ്റിപ്പോയവരെ നമ്മളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് അത് ശ്രമിച്ചു. അങ്ങനത്തെ ഒരു ഹൃദയത്തിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാവമായിട്ടാണ് നമ്മുടെ യഹോവയുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു കാണിക്കപ്പെടുന്ന ഒരു ആഡംബരമല്ല, അതൊരു സമർപ്പണത്തിൻ്റെ രാജ്യമാണ്. ആ സമർപ്പണത്തിൻ്റെ രാജ്യം ആണ് നമുക്ക് വേണ്ടി അടയാളമായിട്ടാണ് 25-ാം തീയതി നമുക്ക് ഈ യേശു ക്രിസ്തു നമ്മുടെ പുൽത്തൊട്ടിയിൽ ജനിക്കുന്നതും നമുക്ക് ഒരു നല്ല ഇടയനായിട്ട് അദ്ദേഹത്തിന് നമുക്ക് തരുന്നതും. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ പുൽത്തൊട്ടിയിൽ ജനിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാണെന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടത്. താഴ്മയുള്ളവനായിരിക്കണം. താഴ്മയുള്ളവനായെങ്കിൽ മാത്രമേ ആകുന്നവർക്ക് മാത്രമേ പുൽത്തൊട്ടിയിൽ ജനിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടാണ് യേശു ക്രിസ്തുവിനെ അവിടെ ജനിപ്പിച്ചത്. പാവപ്പെട്ടവർക്കും മനസ്സ് ഇടിഞ്ഞവർക്കും വേണ്ടി മാത്രമാണ്. അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളെ അവിടെ കാണിച്ചിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മളെ കാണിച്ച് 1 യൂഹന്നാ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഈ പ്രകാരം പറയുന്നു, ഏത് വ്യക്തി എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കാൻ പഠിക്കുന്നില്ലയോ അവൻ യഹോവയെ സ്നേഹിക്കുന്നില്ല. ഏത് വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ലയോ അവർ യഹോവയെ സ്നേഹിക്കുന്നില്ല. എന്തെന്നാൽ യഹോവ സ്നേഹമാകുന്നു. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഹോവയെ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവന് മാത്രമേ യഹോവയെ കാണാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് സമർപ്പണത്തിൻ്റെ ഈ പുൽത്തൊട്ടിയിൽ ജനിക്കുന്നത് കൊണ്ട് സമർപ്പണത്തിൻ്റെ ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. സമർപ്പണത്തിൻ്റെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അധീനമായിട്ട് നമ്മൾ യഹോവയുടെ പേടിക്കുകയും മറ്റുള്ളവർക്ക് അധീനമായിട്ട് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. എഫീസ്യോ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ക്രൂശ് എടുത്ത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ
വാക്യത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരം, ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരുവീൻ. അപ്പോൾ നമ്മൾ ക്രൂശെടുത്ത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശെടുത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. സമർപ്പണത്തിൻ്റെ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ല, അങ്ങനെ വരുന്ന ഒരു തൊഴുത്തിൽ മാത്രമേ ദൈവം നമുക്കുണ്ടല്ലോ അവസരം തരത്തുള്ളൂ. ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ കാലിത്തൊഴുത്തിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ കാലിത്തൊഴുത്തിൽ യേശു ക്രിസ്തുവിനെ വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടവരായി തീർന്ന് 25-ാം തീയതി നമ്മുടെ ഈ ക്രിസ്മസ് നമുക്ക് അതിന് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുൽത്തൊട്ടിയിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും സംബന്ധവും ആവാസവും നമ്മുടെ ഓരോ സഹോദരികളുടെയും ഹൃദയത്തിലും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആശംസകൾ 2025 ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചൊല്ലുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.